ഫ്രണ്ട്സ്, മിസ്റ്റർ ഫോൺ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന Realme X50 Pro 5G ഫോൺ, അതിന്റെ ഒരു അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ Realme X50 Proയുടെ ഇന്ത്യൻ റീറ്റെയിൽ ബോക്സ്. ഒരു എല്ലാ കളർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല പാക്കേജിംഗ് ഒക്കെ തന്നെയാണ് വരുന്നത്. സോ ഈ ബോക്സിന്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിൽ കാണാം ഒരു 4 ഫീച്ചേഴ്സ്, ഫോണിനെ കുറിച്ചുള്ള ഒരു 4 ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 865 5G ഡുവൽ മോഡ് 5G ഫോണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചാർജറിനെ കുറിച്ച് പറയുമ്പോൾ 65 വാൾട്ട് സൂപ്പർ ഡാർട്ട് ചാർജ്, അതുപോലെ തന്നെ 90 ഹെർട്സ് സൂപ്പർ ആംലോഡ് ഇൻ ഡിസ്പ്ലേ ഡുവൽ സെൽഫി, പിന്നെ 64 MB കോഡ് ക്യാമറ 20x ഹൈബ്രിഡ് സൂം. പിന്നെ ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8GB റാമും 128GB ഇന്റേണൽ മെമ്മറി ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത് നിലവിൽ സൈറ്റിൽ കിടക്കുന്ന വില എന്ന് വെച്ചാൽ 42,000 ആണ്. നമുക്കിപ്പം ഫ്ലിപ്കാർട്ടിന്റെ സെയിൽ ചെയ്യുന്ന കാർഡ് ഓഫറും എല്ലാം കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചാൽ 24,000 സോ ഇനി നമുക്ക് അടുത്ത് എന്താണ് ഈ ബോക്സിനകത്തുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഗൈസ്, ആദ്യം തന്നെ നമ്മൾ ബോക്സ് തുറക്കുവാണ്. ബോക്സ് തുറക്കുമ്പോ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ചെറിയൊരു യെല്ലോ ബോക്സ് വരുന്നുണ്ട്. ഹേ വെൽക്കം ടു റിയൽമി ഫാമിലി. അതിനകത്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. കണ്ടില്ലേ, ആദ്യം തന്നെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, സേഫ്റ്റി ഗൈഡ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ക്ലിയർ കേസ് ആണ്, ബാക്ക് കേസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ കേസ് തന്നെയാണിത്. സോ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ വരുന്നത് അടുത്ത് നമ്മുടെ ഫോണാണ് അടുത്തതായിട്ട് വരുന്നത്. കണ്ടില്ലേ, ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയാണുള്ളത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ, 65 വാട്ടിന്റെ സൂപ്പർ ഡാർട്ട് ചാർജർ. അതിനോടൊപ്പം തന്നെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു സിം ഇജക്ടർ ആണ്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ഫോൺ നമുക്ക് നോക്കാം എന്താണ്. നമ്മുടെ അടുത്ത് ഫോണിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ഇതിന്റെ ഈ പ്ലാസ്റ്റിക് കവർ അങ്ങ് റിമൂവ് ചെയ്യുവാണ്. പ്ലാസ്റ്റിക് എല്ലാം റിമൂവ് ചെയ്തു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ Realme X50 Pro 5G ഫോണ്. വളരെ കോമ്പാക്ട് ഫോൺ തന്നെയാണ്. നമുക്കിനി ഇതിനൊന്ന് ടേൺ ഓൺ ചെയ്യാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഇതിന്റെ ഒരു സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, നമ്മുടെ ഡിസ്പ്ലേ വളരെ കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. സോ ആദ്യം നമ്മൾ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.44 ഇഞ്ചിന്റെ ഒരു സൂപ്പർ ആംലോഡ് ഡിസ്പ്ലേ ആണ് വിത്ത് 90 ഹെർട്സ് റിഫ്രഷിംഗ് റേറ്റും പിന്നെ 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും. പിന്നെ ഇതിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ തന്നെ എബോവ് 92% ആണ്. സോ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വളരെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ HDR 10+ സർട്ടിഫൈഡ് ആണ്. സോ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് HDR കണ്ടന്റ്സ് സ്ട്രീം ചെയ്യാൻ സാധിക്കും. സോ ഗൈസ്, അടുത്തത് നമ്മൾ ഇതിന്റെ ബിൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ബിൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടും ബാക്കും ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. ബാക്ക് ഒരു മാറ്റ് ഫിനിഷ് ആണ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജസും ഫിംഗർ പ്രിന്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ബാക്ക് കുറച്ച് സ്ലിപ്പറി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒരു ബാക്ക് കവർ ഇട്ട് തന്നെ യൂസ് ചെയ്യുക. ക്യാമറ വരുന്ന ഒരു സൈഡിലായിട്ടാണ്. ക്യാമറ ബംസ് ഒക്കെ വളരെ കുറവാണ്. ഫ്ലാഷ് വരുന്നത് ഗ്ലാസിനകത്തായിട്ടാണ്. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ ഫിസിക്കൽ ബട്ടൺസിനെ കുറിച്ച് പറയുമ്പോൾ പവർ ബട്ടൺ വരുന്നത് റൈറ്റ് സൈഡിലാണ്. അതിനൊരു ഗോൾഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ഓൾ അപ്പ് ആൻഡ് ഡൗൺ കീസ് കൊടുത്തിട്ടുണ്ട്. താഴെ നമ്മുടെ സിം ട്രേ കൊടുത്തിട്ടുണ്ട്. 2 സിം ഇടാൻ പറ്റുന്ന ട്രേ ആണ്. മൈക്രോ SD ഓപ്ഷൻ ഇല്ല. അതിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് നമ്മുടെ പ്രൈമറി മൈക്രോഫോണും തൊട്ടടുത്തായിട്ട് നമ്മുടെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് സ്പീക്കർ ഗ്രിൽസ് വരുന്നുണ്ട്. ഇതിന് 360 ഡിഗ്രിയിൽ 5G ആന്റിന ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഒരു സെക്കൻഡറി മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ടും ഒരു സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ഇതിന്റെ ഫ്രെയിം എന്ന് പറയുന്നത് അലുമിനിയം ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ബിൽഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് അഡാപ്റ്ററും വരുന്നില്ല. സോ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ ഗൈസ്, അടുത്ത് നമുക്ക് ഇതിന്റെ ഓഡിയോ കുറിച്ച് സംസാരിക്കാം. ഓഡിയോ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്ന ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ്. ഒരെണ്ണം ബോട്ടവും ഒരെണ്ണം നമ്മുടെ ഇയർ പീസിന്റെ കൂടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഹൈറസ് ഓഡിയോയും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയാണ് വരുന്നത്. സോ ഇനി നമുക്കൊരു ഓഡിയോ സാമ്പിൾ കേട്ട് നോക്കാം. ഓഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ക്ലിയറും ലൗഡും അതുപോലെ നല്ല ബേസും കിട്ടുന്നതാണ്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് കിട്ടാന്ന് വെച്ചാൽ ബെസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ
സോ ഗൈസ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ബയോമെട്രിക്സ് ആൻഡ് സെക്യൂരിറ്റി ആണ്. സെക്യൂരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്നത് ഒരു അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും അതോടൊപ്പം ഫേസ് അൺലോക്കും ആണ് വരുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനർ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ചെക്ക് ചെയ്യുമ്പോൾ വളരെ ക്വിക്ക് ആയിട്ടുള്ള റെസ്പോണ്ടും നല്ലപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടെ നോക്കാം നമുക്ക്. കണ്ടില്ലേ, വളരെ ക്വിക്ക് ആയിട്ടാണ് ആവുന്നത്. ഇനി നമുക്കൊന്ന് ഫേസ് അൺലോക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഫോൺ ലോക്കാണ്. കണ്ടില്ലേ, വളരെ ക്വിക്ക് ആയിട്ട് തന്നെയാണ് അൺലോക്ക് ആവുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഫോൺ ലോക്കാണ്. വളരെ ക്വിക്ക് ആയിട്ട് തന്നെയാണ് ഫോൺ അൺലോക്ക് ആവുന്നത്. അപ്പൊ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നല്ല ആക്യുറസി അതുപോലെ തന്നെ ക്വിക്ക് റെസ്പോൺസും ആണ് കിട്ടുന്നത്. സോ ഗൈസ് അടുത്ത് നമുക്ക് റാം ആൻഡ് സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ച് സംസാരിക്കാം. റാമിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജിലേക്ക് വരുമ്പോൾ UFS 3.0 ആണ്. 3.1 കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഡേ ടു ഡേ യൂസേജിൽ നമുക്ക് സിമിലർ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ലാഗോ സ്റ്റട്ടർ ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സോ ഗൈസ് അടുത്ത നമുക്ക് Realme X50 Proയുടെ ബാറ്ററിയെ കുറിച്ച് പറയാം. ബാറ്ററിയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്ന ഒരു 4200 mAh ഡുവൽ സെൽ ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരു 65 വാട്ട്സിന്റെ സൂപ്പർ ഡാറ്റ് ചാർജർ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി പറയുന്ന ചാർജിംഗ് ടൈം 30 മിനിറ്റ്സ് ആണ് 0 to 100% ആവാൻ. പിന്നെ ഇതിന്റെ ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്ത് വെച്ചിട്ട് വളരെ നല്ല ബാക്കപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഗൈസ് അടുത്ത നമുക്ക് Realme X50 Proയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. Wi-Fi 6 ആൻഡ് ഡുവൽ ബാൻഡ് Wi-Fi സപ്പോർട്ട് കൂടിയാണ് വരുന്നത്. NFC സപ്പോർട്ടർ ആണ്. സോ നിങ്ങൾക്ക് കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ നടത്താൻ സാധിക്കും. ഡുവൽ 5G ആണ് വരുന്നത്. ഇതിൽ വരുന്ന 5G ബാൻഡ്സ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. ആൻഡ് ഡുവൽ 4G വോൾട്ടി സപ്പോർട്ട് കൂടിയാണ് വരുന്നത്. 5G സപ്പോർട്ടിന് വേണ്ടി ഈ ഡിവൈസിൽ തന്നെ 360 ഡിഗ്രീസിൽ ആന്റിന ബാൻഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് അടുത്ത് നമുക്ക് OSനെ കുറിച്ച് സംസാരിക്കാം. OSനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്ന Realme UI 2.0 Android 11 ബേസ്ഡ് OS ആണ്. കളർ OS 11 ജനറലി സെയിം ടു സെയിം തന്നെയാണ് നമ്മുടെ Realme UI 2.0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂസർ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ വളരെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു വെൽ ഒപ്റ്റിമൈസ്ഡ് അതുപോലെ തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള UI ആണ്. ഹൈലി കസ്റ്റമൈസബിൾ ആണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട്വെയർ ഫയൽസ് ഒന്നും തന്നെ ഇല്ല. ആർട്സ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. സോ ഗൈസ് അടുത്ത് നമുക്ക് പെർഫോമൻസിലേക്ക് വരാം. പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന Qualcomm Snapdragon 865+ ചിപ്സെറ്റ് ആണ്. ഇതൊരു 5G ചിപ്സെറ്റ് ആണ്. 7 നാനോമീറ്റർ പ്രോസസിംഗ് ടെക്നോളജി വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത് 3.1 GHz ആണ്. അതുപോലെ തന്നെ ഇതിന്റെ GPU എന്ന് പറയുന്നത് Adreno 650 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഡെയിലി യൂസേജ് നോർമൽ യൂസേജിലൊക്കെ വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള ലാഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഗെയിമിംഗിലേക്ക് വരുമ്പോൾ PUBG അതുപോലെ തന്നെ ജെൻഷൻ ഇമ്പാക്ട് അതുപോലെ ഹൈ എൻഡ് ഗെയിംസ് പെർഫോം ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള പെർഫോമൻസ് ഡ്രോപ്പോ ഫ്രെയിം ഡ്രോപ്പോ അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. സോ ഗൈസ് അടുത്ത നമുക്ക് ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ വരുന്ന ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഇതിന്റെ പ്രൈമറി സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു 64 മെഗാപിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. അത് സാംസങ് GW1 സെൻസറാണ് വരുന്നത്. അതിൽ വരുന്ന ആപ്പറേച്ചർ എന്ന് പറയുന്നത് f1.8 ആണ്. തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു 12 മെഗാപിക്സലിന്റെ ടെലിഫോട്ടോ ക്യാമറയാണ് വരുന്നത്. അതിന്റെ ആപ്പറേച്ചർ എന്ന് പറയുന്നത് 2.5 ആണ്. അടുത്തായിട്ട് വരുന്ന ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതിൽ കൂടെ തന്നെ നമുക്ക് മാക്രോ ഷോട്ട്സ് എടുക്കാൻ കഴിയും. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് പോർട്രേറ്റ് ഷോട്ട്സിന് വേണ്ടി. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൽ വരുന്ന ഒരു ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഇതിന്റെ പ്രൈമറി സെൻസർ എന്ന് പറഞ്ഞാൽ 32 മെഗാപിക്സലിന്റെ സോണി IMX616 സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും കൂടിയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് സാമ്പിൾ ഫുട്ടേജസ് നോക്കാം. സോ ഗൈസ് ഇതായിരുന്നു Realme X50 Proയുടെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 25,000 രൂപയ്ക്ക് കിട്ടാവുന്ന വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ തന്നെയാണ് Realme X50 Pro. ഇതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് എല്ലാം എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക. സോ വീണ്ടും ഒരു വീഡിയോയിലേക്ക് വരുന്നത് വരെ ബൈ.